ഞാനപ്പോൾ എൻ്റെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതെൻ്റെ ബർത്ത്ഡേ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അത് ജൂലൈ 30-നായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീച്ചിട്ട് തന്നെ ആദ്യം ചിക്കു വിഷൊക്കെ ചെയ്തു, സർപ്രൈസ് ആയിട്ട് കേക്കും കുറച്ച് ബലൂൺസ് ഒക്കെ അവിടെ വെച്ചു. പിന്നെ ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തൊരു ടേബിളും അവിടെ ഇവിടെയൊക്കെ കുറേ ബലൂൺസ് ഒക്കെ കുത്തിക്കുരുക്കി വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് അപ്പോൾ കാണാൻ എൻ്റെ ഫോട്ടോഗ്രാഫറായ ചിക്കു ചായൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ മെഴുകുതിരി കത്തിക്കുന്നു, പിന്നെ ഇരിക്കുന്നു, ചിരിക്കുന്നു, ക്യാൻഡലിനകത്ത് തലയിടുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസ് എല്ലാം എനിക്ക് എടുത്തു തന്നു. പിന്നെയായിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു കേക്ക് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പം മെഴുകുതിരി കാണിച്ചു, ചെറിയ കഷ്ണങ്ങളായി ഞാൻ മുറിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുറിക്കുന്നൊക്കെ ഒരു സൈഡിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ഇളകി വരുന്നില്ലായിരുന്നു. അപ്പം കഷ്ടപ്പെട്ട് ഞാൻ കേക്കൊക്കെ മുറിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞാൻ ഒരു കഷ്ണം കേക്ക് ചിക്കു ചായന വെച്ച് കൊടുത്തു. ചിക്കു ചായന അവസരം എനിക്കൊരു കേക്ക് വെച്ച് തന്നു, ഒരു ചെറിയ ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ബർത്ത്ഡേ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നീട് നടന്നൊരു ബർത്ത്ഡേ സെൽഫി ടൈം ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കു ചായന ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ബലൂണൊക്കെ എടുത്ത് കൈ പിടിക്കുന്നുണ്ട്, അങ്ങോട്ട് മാറ്റുന്നുണ്ട്, ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്ലാരിറ്റി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് പ്രക്രിയകളാണ്. ചിക്കൻ എനിക്കൊരു നല്ല സൂപ്പർ ഗിഫ്റ്റ് കൊണ്ടുവന്നു, പക്ഷെ ഇത് തുറക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഞാൻ അതിൽ സർപ്രൈസ് കണ്ടുപിടിച്ചു. വേറെ നല്ല ഫുജി ഫിലിമിൻ്റെ ഒരു ക്യാമറയായിരുന്നു. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിൻ്റ് വരുന്ന ക്യാമറയാണ് ചിക്കു സാർ എനിക്ക് ഗിഫ്റ്റ് തന്നത്. സൂപ്പറായിട്ട് 2 ഫോട്ടോസ് ഞങ്ങളത്